എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോയും തവളപ്പെണ്ണും വയലറ്റ് തലേനും അവര് മൂന്ന് പേരും നീന്തി നീന്തി ഇപ്പൊ കരയിലേക്ക് എത്തും. ഹീറോ ആണെങ്കില് അവന്റെ പവർ എടുത്തതുകൊണ്ട് തന്നെ രണ്ട് വിരല് ഇപ്പൊ ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. അവര് കരയിലെത്തുമ്പോ ഇപ്പൊ രണ്ട് പാസേജ് കാണും. ഒരു പാസേജിൽ കൂടെ പോയാ അവർക്ക് പുറത്ത് കടക്കാൻ കഴിയും. മറ്റൊരു പാസേജിൽ കൂടെ പോയാ അവിടെയാണ് മാസ്റ്റർ ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞൻ സൂപ്പർ ഹീറോസ് ഇത്രയും നാൾ വിചാരിച്ചത് അവരെ കൊണ്ട് മോൺസ്റ്റേഴ്സിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ്. പക്ഷെ ഇന്ന് നമ്മുടെ മൂന്ന് സ്വത്തുമണികളും ചേർന്ന് ഒരു ഡസൻ മോൺസ്റ്റേഴ്സിനെ ഒറ്റയടിക്ക് തോൽപ്പിച്ചു. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പൊ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. അവന്റെ കൂടെയുള്ള വയലറ്റ് തലേനെയും തവളപ്പെണ്ണിനെയും നല്ല കാര്യമായിട്ട് ഇപ്പൊ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മൂന്ന് പേരും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് വെള്ളത്തില് അങ്ങനെ നിൽക്കാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഐസ് പവറുള്ള ചെക്കൻ അവന്റെ പവർ ഉപയോഗിച്ച് ഒരുപാട് വില്ലന്മാരെ ഇപ്പൊ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സ്വത്തുമണി സ്റ്റുഡൻസിന്റെ പവർ കണ്ട് ഇപ്പൊ വില്ലന്മാര് പോലും പേടിച്ച് വിറച്ച് നിൽക്കാണ്. വേറെ വഴിയില്ലാതെ രണ്ട് മോൺസ്റ്റേഴ്സ് അവന് നേർക്ക് ചാടി വന്ന് അവനെ അടിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവന്റെ കൈ വീശി അവർ രണ്ടുപേരെയും എയറിൽ തന്നെ ഫ്രീസ് ചെയ്ത് നിർത്തും. നമ്മുടെ ഫ്രീസർ ചെക്കൻ ഇപ്പൊ സ്ലോ മോഷനില് വില്ലന്മാരുടെ അടുത്തേക്ക് വരും. അവൻ പറയും, ഞാൻ ആഗ്രഹിച്ചത് എനിക്കൊരു സൂപ്പർ ഹീറോ ആയി മാറി ഒരുപാട് പേരുടെ ലൈഫ് സേവ് ചെയ്യണമെന്നാണ്. പക്ഷെ നിങ്ങള് എന്നെ ഇപ്പൊ ഒരു വില്ലനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറയ്, നിങ്ങൾക്ക് എന്തിനാ ചിരിക്കുട്ടനെ? സത്യം പറഞ്ഞില്ലെങ്കില് നിങ്ങൾ എല്ലാവരെയും ഞാൻ കൊന്നു കളയുന്നു പറഞ്ഞ് അവൻ അതിൽ ഒരു വില്ലന്റെ മുഖം ഫ്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ മറ്റു മൂന്ന് സ്റ്റുഡൻസ് അങ്ങനെ നിൽക്കാണ്. അവർക്ക് ചുറ്റും ബ്ലോക്ക് ചെയ്ത് ഒരുപാട് വില്ലന്മാരും. അപ്പൊ ആ മൂന്ന് പേരില് ഒരാൾക്ക് മാത്രം ഇലക്ട്രിക് പവർ ഉണ്ട്. അവനോട് കൂടെ ഉള്ളവള് പറയും, നിന്റെ ഇലക്ട്രിക് പവർ ഉപയോഗിച്ച് അവരടിച്ചു തെറിപ്പിക്ക്. അതിനവൻ പേടിച്ചു വിറച്ചു പറയും, അയ്യോ ഇല്ല ഇല്ല, ഒരുപക്ഷെ ഈ ഇലക്ട്രിക് പവർ എനിക്ക് തന്നെ തിരികെ അടിച്ച എന്റെ കാര്യത്തിൽ തീരുമാനാവും. പക്ഷെ കൂടെ നിന്ന പെങ്കൊച്ച് അവൾ ആൾ പൊളിയാണ്. അവൾ അവനെ ചവിട്ടി തെറിപ്പിക്കും. അവൻ അങ്ങനെ തെറിച്ചു പോയി ഇപ്പൊ വില്ലന്മാരുടെ ദേഹത്ത് വീണ് അവന്റെ ഇലക്ട്രിക് പവർ അടിച്ച് വില്ലന്മാരെല്ലാവരും ഷോക്കേറ്റ് പെടയാൻ തുടങ്ങും. പെങ്കൊച്ചാവട്ടെ അവള് വീണ്ടും വീണ്ടും ഓരോ വില്ലന്മാരായിട്ട് അവിടേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവസാനമായിട്ട് അവളുടെ ഡ്രസ്സ് ഉപയോഗിച്ച് വലിയൊരു ഷീൽഡ് തന്നെ ഇപ്പൊ വില്ലന്മാർക്ക് ചുറ്റും അങ്ങനെ ഉണ്ടാക്കും. ആ ഒരു ഷീൽഡ് തകർത്ത് ആർക്കും പുറത്തേക്ക് വരാൻ കഴിയില്ല. അവൾ ആ കാമിനാരി പയ്യനോട് പറയും, ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ച് ആ ഇലക്ട്രിക് പവർ അത് അകത്തേക്ക് പാസ് ചെയ്യ്. അവനത് കേട്ടുടനെ ഉഷാറായിട്ട് അവന്റെ ഇലക്ട്രിക് പവർ അത് മുഴുവനായിട്ടും ഇപ്പൊ വില്ലന്മാർക്ക് നേരെ പാസ് ചെയ്യും. അങ്ങനെ അവസാനം ആ ഒരു ഡസൻ വില്ലന്മാരെയും അവര് മൂന്ന് പേര് ചേർന്ന് ഇപ്പൊ കൊന്നു കളയാണ്. അവര് ശ്വാസം വലിച്ചു വിട്ട് അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഭൂമി തുറന്ന് ഒരു കൈ പുറത്തേക്ക് വരിക. അവരത് കണ്ട് ഒരു സെക്കൻഡ് ഷോക്കാവും. അപ്പൊ അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് മാസ്റ്റർ ആവട്ടെ വില്ലന്മാരുടെ പവർ അത് ഇറേസ് ചെയ്ത് അവരെ അടിച്ചു തോൽപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ മൂന്ന് സ്വത്തുമണികളും ബാക്കിയുള്ളവർ ഫൈറ്റ് ചെയ്യുന്നത് അങ്ങനെ നോക്കിയിരുന്ന് കാണുകയാണ്. അപ്പൊ മാസ്റ്റർ ആള് കറങ്ങി തിരിഞ്ഞ് ആ ലീഡർ വില്ലന്റെ അടുത്തെത്തും. മാസ്റ്റർ ചാടി വീണ് അവനെ അടിക്കും. പക്ഷെ അതാ വില്ലന്മാരുടെ ലീഡറാണ്. അത് മാസ്റ്ററിന്റെ കൈ പിടിച്ച് അങ്ങനെ മടക്കി ഓടിച്ച് ഇപ്പൊ ചവിട്ടി താഴെയിടും. മാസ്റ്റർ വേദന കൊണ്ട് പെടയും. പക്ഷെ വിട്ടുകൊടുക്കാതെ ഇപ്പൊ വീണ്ടും അവന്റെ അടുത്തേക്ക് ഓടി വന്ന് രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടം. അപ്പോഴായിരിക്കും ആ ലീഡർ വില്ലൻ പറയാ, നീ കരുതിയത് എനിക്ക് മാത്രമാണ് ഇത്രയും പവർ എന്നല്ലേ? എന്നെ കഴിഞ്ഞും പവറില്ല ഒരുപാട് പേരുണ്ടെന്ന് പറയുമ്പോ മറ്റൊരു ബ്രഹ്മാണ്ഡ വില്ലൻ ഇപ്പൊ അവിടേക്ക് ചാടി വീണ് മാസ്റ്ററിന്റെ തല പിടിച്ച് അങ്ങനെ നിലത്തിടിക്കും. ആ ഒരു ഗ്ലാസ് അത് പൊട്ടി തകർന്നു പോവും. ഹീറോയ്ക്കാണെങ്കില് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അതേ സമയത്ത് ഗേറ്റിന്റെ സൈഡില് സ്പേസ്മാൻ ആവട്ടെ ആ കരിമ്പൂതത്തെ അങ്ങനെ അബ്സോർബ് ചെയ്യാണ്. അപ്പൊ ആ ഒരു വില്ലന് മനസ്സിലാവും ഇവന് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല, മറിച്ച് റെസ്ക്യൂ ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും മാത്രമേ കഴിയൂ. അവനുടനെ സ്പേസ് ഹീറോയുടെ തൊട്ടു പുറകില് മറ്റൊരു ബ്ലാക്ക് ഹോൾ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ഹോളിന്റെ പവറില് ഇപ്പൊ സ്പേസ് ഹീറോ ആവട്ടെ തകർന്ന് തരിപ്പണമായി ആ ഒരു ഹോളിന്റെ അകത്തേക്ക് പതിയെ പതിയെ അബ്സോർബ് ആവാൻ തുടങ്ങും. ലിഡയ്ക്ക് മനസ്സിലാവും ഇതാണ് കറക്റ്റ് ഗ്യാപ്പ്. ഇപ്പൊ ഞാൻ ഓടിയിട്ടില്ലെങ്കിൽ എനിക്ക് പുറത്തെത്താൻ കഴിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓടണമെന്ന് പറഞ്ഞ് അവൻ ഉഷാറായിട്ട് പുറത്തേക്ക് ഓടും. പക്ഷെ അപ്പോഴേക്കും ആ ഒരു വില്ലൻ വീണ്ടും ഒരു ബ്ലാക്ക് ഹോൾ ക്രിയേറ്റ് ചെയ്യും. അത് കണ്ടുടൻ ഇപ്പൊ കണ്ണാടി പയ്യൻ ലിഡ അവൻ സഡൻ ബ്രേക്ക് ഇട്ട് അവിടെ നിൽക്കും. അത് കണ്ട ആ ഒരുപാട് കൈയുള്ളവൻ അവൻ ചാടി വീണ് ആ ബ്ലാക്ക് ഹോള് അതിനെ അങ്ങനെ അമർത്തി പിടിക്കും. അത് കണ്ട് കണ്ണാടി പയ്യൻ അവൻ വീണ്ടും ഇപ്പൊ മുൻപോട്ടേക്ക് ഓടാൻ തുടങ്ങും. പക്ഷെ വില്ലൻ അവൻ വിടാതെ ഇപ്പൊ കണ്ണാടി പയ്യന്റെ പിന്നാലെ തന്നെ ഓടുകയാണ്. പക്ഷെ അപ്പോഴായിരിക്കും ഡോറ അവൻ ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലാക്ക് ഹോളിന്റെ പിന്നില്
സിൽവർ കളറില് എന്തോ കാണാ. കട്ട് ചെയ്ത ആ മെയിൻ വില്ലൻ ഇപ്പൊ മാസ്റ്ററിനെ തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ചപ്രത്തലേനും ആ ചോന്ന മുടിയനും അവര് രണ്ടുപേരും ഇപ്പൊ സ്റ്റൈലായിട്ട് ഫൈറ്റ് ചെയ്ത് ഒരുപാട് വില്ലന്മാരെ ചവിട്ടിക്കൂട്ടി മൂലക്കിട്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഒരു ഇൻവിസിബിൾ മാൻ അവിടേക്ക് വരും. പക്ഷെ ചപ്രത്തലയൻ അവന്റെ കയ്യിലുള്ള ന്യൂക്ലിയർ ബോംബ് അതുപയോഗിച്ച് ആ ഒരു ഇൻവിസിബിൾ മാനെ ഇപ്പൊ പൊട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. ഒരു ഭാഗത്ത് വില്ലന്മാര് തീയിട്ട് നശിപ്പിക്കും, മറ്റൊരു ഭാഗത്ത് ഒരു കാക്കാ വില്ലൻ അതിനെ കൊണ്ട് പറ്റും പോലെ നമ്മുടെ ഒരുപാട് കൊച്ചു ഹീറോസിനെ എടുത്തിട്ട് ഇടിക്കുകയാണ്. കട്ട് ചെയ്ത കണ്ണാടി പയ്യൻ അവനിപ്പോ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു ബ്ലാക്ക് മോൺസ്റ്റർ അതവന്റെ തൊട്ടടുത്തെത്തി ഇപ്പൊ അവനെ പിടിച്ചു വെക്കാൻ തുടങ്ങും. അത് കണ്ട ഡോറ അവന്റെ പുറകിലുള്ള ഒരു ഇരുമ്പ് ഷീൽഡ് അതിൽ ടച്ച് ചെയ്ത് അവൻ അങ്ങനെ ഉയർത്തിവിടും. അപ്പൊ ബാക്കി രണ്ട് സ്റ്റുഡൻസ് അവൻ മുകളിലേക്ക് ഉയരുന്ന കണ്ട് അവനെ പിടിച്ചു വലിച്ച് ഇപ്പൊ തറയിൽ ഒരു ഒറ്റ അടി. ആ അടിയില് അവന്റെ ഫ്യൂസ് പോവും, പിന്നെ അവൻ അനക്കം ഉണ്ടാവില്ല. കണ്ണാടി പയ്യൻ ചാടി ഓടി ഇപ്പൊ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടും. ഇവിടെ മാസ്റ്ററിനെ ആ ഒരു ബ്രഹ്മാണ്ഡ വില്ലൻ അവൻ തല്ലി തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. മാസ്റ്റർ ഒരുപാട് കഷ്ടപ്പെട്ട് ആളുടെ കൈ ഉപയോഗിച്ച് അവന്റെ പവർ ഇറേസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും മാസ്റ്ററിന്റെ കൈ അവൻ തല്ലി ഒടിക്കും. മാസ്റ്ററിന്റെ മുഖം അവനിപ്പോ തറയിലിടിപ്പിക്കും. അപ്പൊ ആ ഒരു കരിമ്പൂതം വില്ലൻ അവൻ എങ്ങനെയൊക്കെ ഓടി വന്ന് അവരുടെ ലീഡറിനോട് പറയും ഒരാള് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയി. ലീഡറിന് അത് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ ടെൻഷനാവും. കാരണം ഇവിടെ ഉള്ള സൂപ്പർ ഹീറോസിനെ പോലും അവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. സോ അവൻ ഉറപ്പായിട്ടും മറ്റു സൂപ്പർ ഹീറോസിനെ ഇവിടേക്ക് വിളിക്കും. അവര് കൂടെ വന്നു കഴിഞ്ഞാ പിന്നെ നമ്മളെ തൂത്തുപെറുക്കി എടുക്കേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് ഇപ്പൊ ലീഡർ പറയും. അവര് തിരിച്ചു പോവുകയാണെന്ന് കാണുമ്പോ നമ്മുടെ വയലറ്റ് തലയൻ അവൻ തുള്ളിച്ചാടാൻ തുടങ്ങും. അതിനാ തവളപ്പെണ്ണ് ഇപ്പൊ അവനെ പിടിച്ച് വെള്ളത്തിൽ മുക്കും. പക്ഷെ ഹീറോയ്ക്ക് അപ്പോഴും എന്തൊക്കെയോ ചില കാര്യങ്ങള് അവന്റെ മനസ്സിനെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാണ്. കാരണം അവര് വന്നത് ചിരിക്കുട്ടനെ പിടിക്കാനാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും അവനെ പിടിച്ചു കൊല്ലാതെ ഇപ്പൊ പാതി വഴിയില് തിരികെ പോകുന്നത്? അപ്പൊ അതേ സമയത്ത് ആ ലീഡർ അവൻ വിളിച്ചു പറയും എന്തായാലും നമ്മൾ വന്നു, അതുകൊണ്ട് ആ ഒരു ചിരിക്കുട്ടനെ അവനെ ഇനി കൊന്നു തള്ളിയിട്ടേ നമ്മൾ തിരിച്ചു പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവനിപ്പോ നമ്മുടെ ആൾക്കാരെ നോക്കും. വില്ലൻ കൈ നീട്ടി ഇപ്പൊ തവളപ്പെണ്ണിനെ അവളെ തൂക്കിയെടുക്കാൻ നോക്കും. അത് കണ്ട് ഹീറോ അവന്റെ പവർ എടുത്ത് കൈ ചുരുട്ടി ആ ഒരു ലീഡറിനെ ഒരൊറ്റ ഇടി. പക്ഷെ ഇത്തവണ ഹീറോയുടെ കൈക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ആള് ആദ്യമായിട്ട് അവന്റെ പവറിനെ കൺട്രോൾ ചെയ്തു. പക്ഷെ എന്താ ഹീറോയുടെ പഞ്ച് അതാ ലീഡർ വില്ലന് കൊള്ളില്ല, മറിച്ച് ആ ഒരു കാക്ക വില്ലന്റെ ബോഡിയിലായിരിക്കും പഞ്ച് കൊള്ളുക. അത്രയും വലിയ പഞ്ച് കൊണ്ടിട്ടും അവൻ ഒരു കൂസലും ഇല്ലാതെ അങ്ങനെ നിൽക്കും. അത് കാണുമ്പോ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും ഈ കാക്കത്തലേനെ വെച്ചാണ് അവര് ചിരിക്കുട്ടനെ കൊല്ലാൻ പോകുന്നത്. ഇവന് നല്ല പവറുണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മൾ കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. കാക്കാത്തലേൻ അവൻ കൈ നീട്ടി ഇപ്പൊ ഹീറോയെ പിടിക്കും. ഹീറോ പേടിച്ച് വരണ്ട് നിൽക്കുമ്പോ ഡോറിന്റെ അടുത്ത് ഇപ്പൊ എന്തോ ഒരു സൗണ്ട് കേൾക്കും. അത് കേട്ട് എല്ലാവരും ഇപ്പൊ അങ്ങോട്ട് നോക്കും. അതാരാണെന്ന് നോക്കിയാ മറ്റാരും അല്ല, സാക്ഷാൽ ചിരിക്കുട്ടൻ. അവൻ സ്ലോ മോഷനില് ഓരോ സ്റ്റെപ്പ് മുൻപോട്ട് വെക്കുമ്പോഴും നമ്മുടെ സ്വത്തുമണികളുടെ സന്തോഷം അത് കൂടി കൂടി വരും. അങ്ങനെ ചിരിക്കുട്ടൻ അവന്റെ ഫുൾ പവറില് ഇടിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.